മലയാളികളായ രവി പാലൂരും KP മുഹമ്മദ് ഷെരീഫും കൊൽക്കത്തയ്ക്ക് അപരിചിതരല്ല. തൊഴിലാളി യൂണിയൻ പ്രവർത്തകനെന്ന നിലയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി രവി പാലൂർ കൊൽക്കത്തയിലുണ്ട്. വർഷങ്ങളോളം CITU പ്രവർത്തകനായിരുന്ന രവി പാലൂർ ഇപ്പോൾ CPIML പ്രതിനിധിയായാണ് മത്സരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെയും ഇടതുമുന്നണിയെയും BJPയും കോൺഗ്രസിനെയും ഒക്കെ തോൽപ്പിക്കണം തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ 2009 തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള 2011 തെരഞ്ഞെടുപ്പിലൊക്കെ CPIML മുന്നോട്ട് വെച്ചു. മലപ്പുറം തിരൂർ ആലത്തിയൂർ സ്വദേശിയായ KP മുഹമ്മദ് ഷെരീഫാകട്ടെ വളർന്നത് കൊൽക്കത്തയിൽ തന്നെ. പിതാവ് മുഹമ്മദ് ഫാറൂഖിന്റെ റഹ്മാനിയ ഹോട്ടൽ ശൃംഖല വിപുലീകരിക്കുന്നതിനൊപ്പം ബംഗാളിൽ ക്ഷയിച്ചുപോയ മുസ്ലിം ലീഗിനെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഷെരീഫിന്റെ ലക്ഷ്യം. നമ്മുടെ ഡിസ്ട്രിക്ട്സിലായിരുന്നു ലീഗിന്റെ മെയിൻ പ്രവർത്തനങ്ങൾ. അപ്പോൾ സിറ്റി കേന്ദ്രീകരിച്ചിട്ട് ഇത് ഇംപ്രൂവ് ചെയ്താലേ ഇതിന് ലീഗിനൊരു വോയിസ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് കലക്കട്ട സിറ്റിയിൽ നിന്നുകൊണ്ട് മത്സരിക്കാൻ തീരുമാനിച്ചത്. 1991 CPMന്റെ വിപ്ലവദാസ് ഗുപ്തയിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി മമതാ ബാനർജി തിരിച്ചുപിടിച്ചതാണ് ദക്ഷിൺ കൊൽക്കത്ത. മമത തൃണമൂലിലായപ്പോഴും മണ്ഡലം കൈവിട്ടില്ല. 2004 തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് തൃണമൂൽ കോൺഗ്രസ് ചുരുങ്ങിപ്പോയപ്പോഴും ദക്ഷിൺ കൊൽക്കത്ത മമതയ്ക്കൊപ്പം നിന്നു. 2011 മുഖ്യമന്ത്രിയാകാനായി മമത മണ്ഡലമൊഴിഞ്ഞപ്പോഴാണ് ദക്ഷിൺ കൊൽക്കത്തയ്ക്ക് പുതിയ പ്രതിനിധി ഉണ്ടായത്. സൗത്ത് കൽക്കത്ത മണ്ഡലത്തിലെ തൃണമൂലിന്റെ സ്ഥാനാർത്ഥി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സുബ്രതോ ബക്ഷിയാണ്. ഓരോ തെരുവുകളിലും വോട്ട് ചോദിച്ചു എന്നാണ് സുബ്രതോ ബക്ഷി തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. സൗത്ത് കൽക്കത്ത മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം D. ശ്രീജിത്ത്.